ശാന്തേ, ഇതുവരെ എവിടെയായിരുന്നു? എന്താ ഇത്ര താമസിച്ചത്? കോളേജിൽ നിന്ന് നടന്നാ വന്നത്. കോളേജിൽ നിന്ന് നടന്നു വന്നു? അതെ. ആട്ടെ, ബസ് കൂലിക്ക് വന്ന കാശെന്ത് ചെയ്തു? ചായ കുടിച്ചു. ആദ്യം ചായ കുടിയിലായിരിക്കും തുടങ്ങുന്നത്, പിന്നെ ചെലവ് കണ്ടമാനമാകും. അച്ഛൻ തരുന്ന 25 പൈസക്ക് എന്ത് കണ്ടമാനം കിട്ടും? എന്റെ കയ്യിൽ നിന്നും പോക്കറ്റ് മണി നിനക്ക് കിട്ടാൻ പോകുന്നില്ല. എങ്കിൽ പിന്നെ എന്താ താമസിച്ചു വന്നെന്നും ചോദിക്കരുത്. ഇനിയെങ്കിലും എന്നെ അകത്തേക്ക് വിടാമോ? എന്താ രാഘവല്ലേ, നിങ്ങളുടെ യൂണിയനൊക്കെ ഇപ്പൊ എങ്ങനെയുണ്ട്? യൂണിയനോ? ഇടയ്ക്ക് അങ്ങനെ പാല് പിരിയുന്ന പോലെ പിരിയാറുണ്ട് സാറേ. നമസ്കാരം സാർ. നമസ്കാരം. നിങ്ങൾ ആരാ? മനസ്സിലായില്ല. ഓഹോ, അന്ന് രാത്രി ഇടവഴിയിൽ വെച്ച് കണ്ടുമുട്ടിയ. സാറിന് കുഴപ്പമൊന്നുമില്ലല്ലോ? എന്റെ മക്കളുടെ ഭാഗ്യം കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇരിക്കൂ. വേണ്ട സാർ, ഞാനിവിടെ നിന്നോളാം. അപ്പോ തൊഴിലൊക്കെ പണ്ടത്തെ പോലെ? അയ്യോ ഇല്ല സാർ, ഞാനതെല്ലാം നിർത്തി. നേരെ ചൊവ്വേ ജീവിക്കാനുള്ള ശ്രമമാണ് സാർ. പക്ഷെ എവിടെ ഒരു ജോലി കിട്ടുന്നില്ല. അങ്ങനെയാണോ? എത്ര വരെ പഠിച്ചിട്ടുണ്ട്? ഓഹോ, ഒരിടത്ത് ഒരു സ്റ്റോർ അറ്റൻഡറുടെ ജോലിയുണ്ട്, ചെയ്യാമോ? ശരി. പക്ഷേ 2000 രൂപ ഡെപ്പോസിറ്റ് കെട്ടേണ്ടി വരും. അതെങ്ങനെയും ഒപ്പിക്കാമോ? ഞാൻ ശ്രമിച്ചു നോക്കാം സാർ. ശരി, എന്നാൽ രൂപ കിട്ടിയ ഉടനെ എന്നെ ഒന്ന് കാണണം കേട്ടോ. മാലതി, ഒരു സന്തോഷ വാർത്ത. എന്താ? ജോലി കിട്ടിയോ? ജോലി കിട്ടിയെന്ന് തന്നെ പറയാം. എന്നുവെച്ചാ? ഒരു ഫാക്ടറിയിലെ സ്റ്റോറിലാണ്. ഈ സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കുന്നൊക്കെ ആയിരിക്കാം. ജോലി എന്തായാലും എന്താ, ജോലി ഉള്ളത് തന്നെ ഒരു അന്തസ്സല്ലേ. പക്ഷേ ഒരു കുഴപ്പം, എന്താണ്, ആ ഡെപ്പോസിറ്റ്. ജോലി കിട്ടണമെങ്കിൽ 2000 രൂപ നമ്മൾ കെട്ടിവെക്കണം. 2000 രൂപയോ? അങ്ങനെ നിരാശപ്പെട്ടാലെങ്ങനെ? ശ്രമിച്ചു നോക്കാം. എന്നിത് രണ്ടാമത്തെ സന്തോഷ വാർത്തയാണെന്ന് ഞാൻ ആഹ്ലാദിക്കായിരുന്നു. രണ്ടാമത്തേതോ? ഒന്നെന്റെ ജോലി, മറ്റേത് 2 മാസമായി എന്റെ കുളി തെറ്റിയിട്ട്. 2 മാസമായി കുളി തെറ്റിയിട്ട്? എന്താ മനസ്സിലായില്ലേ? ഓ ഓ ഓ ഓ ഓ ഓ ഓ, അത് ശരി. ഞാൻ നോക്കട്ടെ. അത്ര അങ്ങ് ധൃതി വെക്കാതെ, ഇനിയും 6-7 മാസം കൂടെ കഴിയണം. അപ്പോൾ കുറച്ചിരിക്കുന്നപ്പോ വരെ. ഇതാ ഇങ്ങനെ ഇരിക്കും. $2000 രൂപയ്ക്ക് എന്ത് ചെയ്യും? അല്ല, മണിച്ചേട്ടൻ പുതിയ സ്കൂട്ടറിലൊക്കെയാണല്ലോ സവാരി. നല്ല കോളാണെന്ന് തോന്നുന്നു. ആ, തൊഴിൽ അതൊക്കെ തന്നെ. ഒരു ചെറിയ പ്രമോഷൻ കിട്ടി. പുതിയ കാശുകാരുമായിട്ടുള്ള സമ്പർക്കമാണ്. അതിനനുസരിച്ച് വരവും കൂടി. ഒരു മാലതി പോയെന്ന് വിചാരിച്ച് ഞാൻ നശിച്ചു പോകുന്നില്ല. ഈ ബിസിനസ്സിൽ ചേട്ടന് ജയിക്കാൻ ആരാ? കൈമണി അടിക്കുകയാണോ? തുറന്നു പറയാമല്ലോ, വേലുവേട്ടന് ഒരു ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. ആ, അപ്പൊ ഇതുവരെ ചാപ്പാട് ചക്കാത്തിലായിരുന്നല്ലേ? ജോലി കിട്ടണമെങ്കിൽ 2000 രൂപ ഡെപ്പോസിറ്റ് കൊടുക്കണം. മണിച്ചേട്ടൻ ഒന്ന് സഹായിച്ചാൽ. 2000 എന്റെ അടുത്ത് എവിടെന്നാ? എനിക്കറിയാം, എന്നെ കൊണ്ട് ചേട്ടന് ഇപ്പോൾ ഒരു പ്രയോജനവും ഇല്ലല്ലോ. കറക്റ്റ്. നീ ഇപ്പൊ പറ, നീ പഴയ തൊഴിലിന് റെഡിയാണെന്ന്. നിനക്ക് എന്തൊക്കെ വേണം? എന്നോട് ഇങ്ങനെ സംസാരിച്ചെന്ന് വേലുവേട്ടൻ അറിഞ്ഞാൽ തന്നെ വെറുതെ വിടില്ല. ജീവിക്കാൻ വല്ല വഴിയും നോക്ക് മാലതി. എവിടെ? ഇപ്പൊ പറഞ്ഞാൽ നിന്റെ തലയെ കയറുമോ? 2 മാസം മുമ്പ് നീ വന്നിരുന്നെങ്കിൽ ചോദിച്ച കാശ് കിട്ടുമായിരുന്നു. സിനിമ എടുക്കാൻ തുടങ്ങി, കാശൊക്കെ അതി മുടങ്ങി. എങ്ങനെ അതിൽ പോയി കുടുങ്ങി?
നല്ലൊരു ഡയറക്ടറുമായി പരിചയപ്പെട്ടു. ഒരു കഥയും കിട്ടി. അങ്ങനെ അങ്ങ് തുടങ്ങി. ആരുടെ കഥയാ? ഞാൻ എഴുതിയതാ. കഥാനായിക ഞാൻ തന്നെ. എന്റെ കഥയാ ഞാൻ എഴുതിയിരിക്കുന്നത്. വേറെ ആരഭിനയിച്ചാലും ഞാൻ ചെയ്യുന്ന പോലെ വരുമോ? അത് ശരിയാ. ഓ, ഈ സിനിമ എടുക്കുന്നതിനേക്കാൾ നമ്മുടെ തൊഴിൽ എത്രയോ ഭേദമാ. മഹാറാണിയെ പോലെ ജീവിക്കാം. പല്ലിളിച്ച് കാണിക്കേണ്ട പിഴപ്പായിരുന്നെങ്കിലും അപ്പോ ഉള്ള കാശ് കൈ കിട്ടും. ഇത് കാശും അങ്ങോട്ട് കൊടുത്ത് പല്ല് വിളിക്കേണ്ടിയിരിക്കുന്നു. എന്തൊരു നാണക്കേട്. ആ, വേണമെങ്കിൽ അദ്ദേഹത്തോട് പറഞ്ഞേ ഏതെങ്കിലും പടത്തിൽ ചാൻസ് വാങ്ങിച്ചു തരാം. വല്ല 50-100 കിട്ടും. അദ്ദേഹം എന്ന് പറഞ്ഞ അദ്ദേഹം ഡയറക്ടർ. ഓഹോ, എനിക്ക് ചാൻസ് ഒന്നും വേണ്ട. 2000 രൂപ കിട്ടിയാൽ കൊള്ളാമായിരുന്നു. അയ്യോ, നീ വേറെ എവിടെയെങ്കിലും ശ്രമിക്കും. ശരി. ആ, ഏതായാലും നീ വന്ന സ്ഥിതിക്ക് ഞങ്ങളുടെ സിനിമാ പടത്തിന്റെ ആൽബം ഒന്ന് കണ്ടേച്ച് ചോദിക്കും. വേണ്ട, സിനിമ പുറത്തിറങ്ങട്ടെ, ഞാൻ കണ്ടോളാം. അയ്യോ, അത് പുറത്തിറങ്ങത്തില്ല. അതുകൊണ്ടാ പറഞ്ഞത്. ഞാൻ പിന്നെ വരാം. ആ, നാളെ കാലത്ത് 10 മണിക്കൊന്ന് പണമടച്ചാലേ എനിക്ക് ഈ ജോലി കിട്ടൂ. നാളെ കാലത്ത് 10 മണി വരെ സമയമുണ്ടല്ലോ, നോക്കാം. ഓ, അപ്പോഴേക്കും വല്ല നിധി വല്ലതും കിട്ടുമോ? എനിക്കൊരു വിശ്വാസമില്ല. നിന്നെ പോറ്റാനുള്ള കഴിവ് എനിക്കില്ല. നമുക്കൊപ്പം ജീവിക്കാനുള്ള ഭാഗ്യവുമില്ല. പക്ഷെ ഒരു കാര്യം തീർച്ചയാണ്, എനിക്ക് ഈ ജോലി കിട്ടിയില്ലെങ്കിൽ പിന്നെ ഞാനിവിടെ നിന്നോടൊപ്പം ജീവിക്കില്ല. അല്ല അല്ല, ഇതാര്? മാലതി, നിന്റെ വീമ്പും ആകാരമൊക്കെ എന്തായണി ശീലാവതി? കാക്ക കുളിച്ച കൊക്കാവും. അപ്പോ വേലുവിന് നിന്നെ മതിയായി അല്ലേ? നിന്നെ എങ്ങനെയെങ്കിലും ഇവിടെ കൊണ്ടുവരുമെന്ന് ഞാൻ വേലുവിനോടാ വെല്ലുവിളിച്ചു. ഇതാ നീ തന്നെ താനെ വന്നെത്തിയിരിക്കുന്നു. ഗോപി, ഗോപി വിചാരിക്കുന്ന പോലല്ല ഞാനിവിടെ വന്നിരിക്കുന്നത്. കണ്ടോ, ശങ്കരം പിന്നെയും തെങ്ങേ തന്നെ. മാലതി, ഞാൻ പറയുന്നത് കേക്ക്. നീ ഒരു വാക്ക് പറഞ്ഞാൽ ആ സെക്കൻഡിൽ ഈ നാശത്തിനെ ഗ്രാറ്റുവിറ്റി കൊണ്ട് പറഞ്ഞേക്കാം. താക്കോൽ എന്റെ കൈ തരുകയും ചെയ്യാം. ഗോപി, ഞാൻ വന്ന കാര്യം മനസ്സിലാക്കാതെ എന്തിനാ അതും ഇതൊക്കെ പറയുന്നത്? വന്ന കാര്യം ഗോപിയുടെ ചേട്ടന്റെ കാര്യം. ചേട്ടനും എടി വേലു എന്ന് പറയുന്ന തന്ത അല്ലടി എന്റെ തന്ത. പിന്നെ എന്തോന്ന് ചേട്ടൻ? ശരി, പോട്ടെ. വേലുവേട്ടന് കുറച്ച് പണം ആവശ്യമുണ്ട്. ഓ, മൂക്കുപൊടി വാങ്ങിക്കാനായിരിക്കും. 2000 രൂപ പണം അടച്ചാൽ അങ്ങർക്കൊരു ജോലി കിട്ടും. ഇന്ന് 10 മണിക്കുള്ളിൽ വേണം. എവിടെയൊക്കെയോ ശ്രമിച്ചു നോക്കി. അവസാനം എന്റെ കാക്ക തന്നെ വരേണ്ടി വന്നു. അല്ല, കുറെ കാലം ആയല്ലോ ഈ തൊഴിൽ തുടങ്ങി. ഒരു സമ്പാദ്യമില്ലേ കയ്യില്? അല്ല, പണം തന്നാ എനിക്ക് എന്തോ തരും? 1 വർഷത്തിനകം എങ്ങനെയെങ്കിലും പണം തിരിച്ചു തന്നേക്കാം. പണമൊന്നും തിരികെ തരണ്ട, ഇവിടെ വന്നാ മതി. എന്റെ കൂടെ താമസിക്കും. നിന്നെ ഒരു മനുഷ്യനായിട്ട് കരുതി വന്ന എന്നെ വേണം പറയാൻ. കുറെ എണ്ണം ആയല്ലോ, മതിയായില്ലേ? എന്താണ് ഈ പറഞ്ഞത്? ദേവടിച്ച് ആ ഭാഷ എനിക്കും അറിയാവടാ. എന്താ, മതിയോ അതോ ഇനിയും കേൾക്കണോ? പലരുമായി ഇടപഴകിയവളുമാണ്, കിടന്നവളുമാണ്. ഇനിയും പറയട്ടെ, അല്പമെങ്കിലും ദയ തോന്നുമെന്ന് കരുതി ഞാൻ വന്നതാ. വെറും പെണ്ണുപിടിയൻ. എടുത്തോളൂ. പക്ഷേ വേലുവിനെ കുറിച്ച് ഓർത്ത് ദയ തോന്നിയിട്ടല്ല, നിന്നെ ഓർത്തിട്ടാണ്. നിന്റെ കൂടെ കഴിഞ്ഞ പല രാത്രികളെ കുറിച്ച് ഓർത്തിട്ടാണ്. നിന്റെ ഭർത്താവിന് എന്ന് പണം സമ്പാദിച്ച് കടം വീട്ടാൻ സാധിക്കുന്നു അന്ന് തിരികെ തന്നവൻ. എടുത്തോളൂ. എന്താ ആലോചിക്കുന്നു? എടുത്താൽ കൈ പൊള്ളുമോന്ന് ഭയപ്പെടുന്നു. കനൽക്കട്ടയെ പോലും ഐസ് കട്ടയാക്കാനുള്ള കഴിവ് നിന്റെ കൈകൾക്കുണ്ടല്ലോ.
എടുത്തോളൂ. എന്താ ഇവിടെ വന്ന് ഒറ്റയ്ക്കിരിക്കുന്നത്? ഇതാ, എന്താ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നത്? സംശയമോ? ഞാൻ പോയിട്ട് 1 മണിക്കൂറല്ലേ ആയുള്ളൂ, അതിനുള്ളിൽ ഇത്രയും സമ്പാദിച്ചെന്നോർത്തോ? കൊള്ളാം. ഇതുപോലെ എനിക്ക് തരാനേ നമ്മുടെ നാട്ടിലാളില്ല. ഇത്ര പെട്ടെന്ന് 2000 രൂപ എവിടുന്ന് കിട്ടി? പരിചയക്കാരോട് വാങ്ങിച്ചു. പരിചയക്കാരെന്ന് വെച്ചാൽ? സത്യവതി എന്നൊരു പെണ്ണ്, അല്ല ഒരു സ്ത്രീ. എന്റെ പഴയ തൊഴിലിൽ എനിക്ക് സീനിയറാ. വളരെ പേര് കേട്ടവരാ. അത് കണ്ടപ്പോ തന്നെ മനസ്സിലാവുന്നുണ്ട്. ഒരു നല്ല കാര്യത്തിനാണെന്ന് പറഞ്ഞ ഉടനെ എടുത്തു തന്നു പുണ്യവതി. ഇപ്പൊ സത്യവതി എന്ന് പറഞ്ഞു, പിന്നെ പുണ്യവതി ആരാ? ഓ, സത്യവതി എന്ന് പേരുള്ള മഹാമനസ്കയായ പുണ്യവതി. മനസ്സിലായോ? ഓ, മനസ്സിലായി. ഇതാ, അന്ന് പട്ടിയെ വിറ്റ കാശ് കുരച്ചു. ഇത് ശരീരം വിറ്റ കാശ്. ഇതെന്ത് ചെയ്യുമോ ആവോ? ഇതാ കയ്യിൽ വെച്ച് നോക്കൂ. എന്ത് കേൾക്കുന്നു? എന്റെ അമ്മോ, ഇന്ത്യയിലുള്ള സർവ്വ ഭാഷയും കേൾക്കുന്നു. നിങ്ങൾ എത്ര സുന്ദരനാണെന്ന് അറിയാമോ? ഞാൻ എപ്പോഴും കണ്ണാടി കാണുന്നതല്ലേ. കൊതിയോ? എന്നാൽ ഇതൊന്ന് അലച്ചു വിട്ടേ. അയ്യോ, ഇതെന്താ? ഇങ്ങനെ അലവലാതിയായിട്ട് കിടന്നെങ്കിലേ എന്റെ മുഖത്തിനൊരു പവറുണ്ട്. ആദ്യമായിട്ട് ജോലിക്ക് പോവുകയല്ലേ? ജോലിക്ക് പോകുന്ന ഭർത്താവിനെ ഇങ്ങനൊക്കെ അയക്കണമെന്ന് നീ എവിടെ നിന്ന് പഠിച്ചു? അയൽവക്കത്തുള്ള സ്ത്രീകൾ ചെയ്യുന്നതെല്ലാം ഞാൻ എത്ര ദിവസം നോക്കി നിന്നിട്ടുണ്ടെന്നറിയാമോ? ജോലി കഴിഞ്ഞിട്ടേ നേരത്തെ വീട്ടിൽ വരണം കേട്ടോ. താൻ എന്താണ് ഇങ്ങനെ വിളിച്ചു നിൽക്കുന്നത്? സാർ, എനിക്ക് വേണ്ടി 1 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. നല്ല സ്ഥലം ഞാൻ കാണിച്ചു തരാം. താൻ എന്താണ് ഈ പറയുന്നത്? ഇപ്പോൾ തന്നെ സമയം 7 എനിക്ക് 9 മണി ട്രെയിനിൽ പോകേണ്ടതല്ലേ? ഇങ്ങനെ ധൃതി കൂട്ടിയാൽ നല്ലതൊന്നും കിട്ടൂല സാർ. താൻ പോടും, ഞാൻ നോക്കിക്കോളാം. അങ്ങനെ അങ്ങ് ദേഷ്യം വന്നാലോ? 1/2 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. ഞാൻ ഇപ്പൊ പോയിക്കൊണ്ടുവരാം. ഒരുങ്ങി നിൽക്കണോട്ടാ. എടാ വാസുവേ, ഞാൻ നിന്നെ അന്വേഷിച്ചുകൊണ്ട് വന്നാ. എന്തായിട്ടാ? ഒരു നല്ല പൈസക്കാരൻ 2 മണിക്കൂർ കാലത്തേക്ക് ഒരാളെ വേണം. എന്റെ കയ്യിലുള്ള ആളുകളെല്ലാം ബുക്കായിപ്പോയി. നിന്റെ കയ്യിൽ സ്റ്റോക്ക് വല്ലതും ഉണ്ടോ? ഇഷ്ടം പോലെ പൈസ കിട്ടും. കിട്ടുന്ന മുഴുവൻ നീ എടുത്തു. പൈസയുടെ കാര്യം പിടിയേട്ടാ, അത് നമുക്ക് 50-50. പക്ഷേ 1 മണിക്കൂർ സമയം തരാവൂ ചേട്ടാ. നീ ഒരു പ്രാന്തൻ. എടാ, അയാൾ 9 മണിക്കുള്ള ട്രെയിനിൽ പോകാൻ വേണ്ടി ടിക്കറ്റ് ബുക്ക് ചെയ്തുകൊണ്ട് കൈ പിടിച്ചോണ്ട് നിൽക്കുകയാണ്. ആ നിപ്പാണല്ലേ? എന്നാ ചേട്ടൻ പോയിക്കോ. 10 മിനിറ്റിനകം ഞാനൊരു ഉരുപ്പിടിയും കണ്ട് അങ്ങോട്ട് എത്തിയേക്കാം. റെഡിയല്ലേ? റെഡി. ശരി. കൊള്ളാമല്ലോ. ഈ ലോഡ്ജ് പുതിയതാണല്ലേ? ഞാൻ ഇതുവരെ ഇവിടെ വന്നിട്ടില്ല. ഞാനേ ഇവിടെ ഒരു റൂം സ്ഥിരമായിട്ട് അങ്ങ് എടുത്തിട്ടിരിക്കുക. എന്നാ ഒരു കാര്യം ചെയ്തോ, പിടിച്ചോ, വിളിച്ചോ. നീ കേറിപ്പോര്. എവിടെയാണ്? എന്താ മണി ആത്മഹത്യ ചെയ്തു എന്നുള്ളത് സത്യമാണോ? സത്യമാണ്.
പക്ഷേ അപമാനം സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് മാത്രമല്ലടി മണി ആത്മഹത്യ ചെയ്തത്. മകളുടെ ഭാവി അതൊന്നു മാത്രമായിരുന്നു അയാളുടെ ലക്ഷ്യം. അത് തകർന്നതാണ് ഇതിനെല്ലാം കാരണം. നടന്നത് നടന്നു. അതിനുവേണ്ടി കുടുംബത്തോടു കൂടി ആത്മഹത്യ ചെയ്യേണ്ടിയിരുന്നില്ല. ആ പോട്ടെ, ഒരു അസ്തമയത്തിന് ഒരു ഉദയം. മണിയുടെ ജീവിതം അസ്തമിച്ചു, അയാളുടെ കസ്റ്റമേഴ്സ് എല്ലാം നമുക്കായി, നമുക്കൊരു പ്രൊമോഷൻ. ആ അങ്ങനെ നമുക്ക് ആശ്വസിക്കാം. അമ്മേ, അച്ഛൻ എന്താണ് ജോലി?